ഹലോ ഗൈസ്, അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ എയർ ഫ്രയറിൽ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടെ. അപ്പോൾ നമ്മളിവിടെ ബനാന കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ, ബനാന വാനില കേക്ക്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസോളം പാലൊഴിച്ച്, വാനില എസൻസ് ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, അതാണല്ലോ ഏറ്റവും പ്രധാനം. അതൊരു 3 or 4 സ്പൂൺസ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഏലക്ക ഇട്ടിട്ടുണ്ട്, ബട്ടർ ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു കേക്ക് ട്രേ എടുക്കാം, ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ, അതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഞാൻ മിക്സിയിലാണ് അടിച്ചെടുത്തത്, ഇനി ബീറ്ററുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ച് പരത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വേഗം അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷ്യൂസും കിസ്മിസൊക്കെ ഇട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം ചോക്കോ സിറപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റ് ആ ഒരു ടോപ്പ് ലെയറിൽ കിട്ടാൻ വേണ്ടി. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ചോക്കോ സിറപ്പും കൊടുത്തിട്ട് നമ്മളത് വേഗം തന്നെ ട്രെയിൽ കയറ്റി എയർ ഫ്രയറിൽ വെക്കുകയാണ്. ഒരു 180 ഡിഗ്രി ഏകദേശം 20 മിനിറ്റ്സ് ഒക്കെയാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പം അങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത്, അപ്പോൾ നമുക്ക് നോക്കുകയും ചെയ്യാം. ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതറിയാൻ പറ്റും. നോക്കിയെടുത്ത് കറക്റ്റ് ടൈം കഴിഞ്ഞപ്പോഴേക്കും സെറ്റപ്പ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്പോഞ്ച് ആയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വാനിലയുടെയും ഒപ്പം ബനാനയുടെയും ചോക്ലേറ്റിൻ്റെയും ഒക്കെ കൂടി നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ. ആ ഫസ്റ്റ് ലെയറും താഴത്തേക്ക് കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി എയർ ഫ്രയറുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല നമുക്ക് ആവിയിൽ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാവുന്ന കേട്ടോ. കിടിലൻ ഐറ്റമാണ്, അപ്പോൾ സൂപ്പറാണ്. വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്. ബൈ.